Hello, guys. We always speak Malayalam and English. You know, I belongs to North Kerala or area. I belongs to US, United States of America. We do speak in English only. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലാക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കണ്ടല്ലോ ഞാൻ പറയണത്. I always speak Malayalam, but no, I always speak English in this stupid world. I don't know what I could do. Now the problem is that ഈ ചൈനയിൽ നിന്നുള്ള പരീക്ഷ എൻ്റെ പോക്കറ്റിൽ വീണോ ഇല്ലയോ എന്നുള്ള ഒരു സെർച്ചിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് I suggest to people not to support. Sanmani says she is not good. You know, the speak അത് ശരിയല്ല. നമുക്ക് ഭാഷ തന്നിരിക്കുന്ന ആന്ധ്രനാണ്. ഭാഷ ശുദ്ധിയോടുകൂടെ സംസാരിക്കാനുള്ള വി സ്പീക്ക് നല്ല രീതിയിൽ സംസാരിക്കണം. വി നീഡ് ടു പ്രൂവ് ourselves that we are able. നമുക്ക് നല്ലപോലെ സംസാരിക്കാൻ പറ്റും. But the problem is that मुझे ऐसा हो गया, मुझे ऐसा हो गया, मुझे वैसा हो गया, ऐसा नहीं बोलना है. Actually the problem is that the third process is the difference and this conification is the problem. My father is a Sahib. That is the problem. I always speak in English only and I belongs to English family. Me always belongs to English society. I am speaking to the English people. So, always my language is English. What? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറയണ മനസ്സിലായില്ലേ? ഞാൻ മലയാളിയാണ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മലയാളി കഴിച്ചു തരാം. അതായത് ഉത്തമ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്ന ഒരു സീൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടെ നിൽക്കുന്നവർക്ക് ഒരു അബദ്ധം വരുമ്പോൾ കുതികാലി വെട്ടുക എന്നൊരു ടേമുണ്ട്. തുറന്നു പറഞ്ഞതിന് ചട്ടിപ്പല്ലിക്കാരി പേപ്പട്ടിക്ക് ഞാനൊരു ഡാൻസ് പറയുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായി. അല്ലെങ്കിൽ തന്നെ ഈ ഒരു വിഭാഗക്കാർക്ക് കൂടെ നിൽക്കുന്നവളുമാർ എന്താണ് എന്ന് ഒരു ദിവസം തെളിയും എന്നുള്ളത് എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു. പ്രതീക്ഷ കൃത്യമായിട്ട് വലിച്ചു. ശുനായം കൊണ്ട് നടക്കുന്നവർ ശുന തിരിച്ച് പണി തരും. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ ശുന വിൽ നോട്ട് സ്റ്റാൻഡ് അപ്പ് ഫോർ യു ആൻഡ് ദാറ്റ് ഈസ് ദ പ്രോമിസ്. അവൾ നിൽക്കില്ല നിങ്ങൾക്കൊപ്പം. നിങ്ങൾക്ക് അവൾ പണിയേ തരുള്ളൂ. ഇപ്പോഴും സൊസൈറ്റിയിൽ നിങ്ങൾക്ക് കിട്ടേണ്ട അക്സെപ്റ്റൻസ് കിട്ടാതെയും നിങ്ങൾക്ക് എതിരെ ആളുകൾ പ്രവർത്തിക്കുമ്പോൾ സൈലൻ്റായി അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സൈക്കോപാത്താണ് ശുന എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അത് മനസ്സിലായ ഒന്നോ രണ്ടോ പേരുണ്ട്, അവരെൻ്റെ സുഹൃത്തുക്കളുമാണ്. ആൻഡ് ഞാൻ അവരോട് കാര്യം പറയുന്നുണ്ട്, നിങ്ങളിത് മനസ്സിലാക്കാനായിട്ടാണ്. ബട്ട് ഐ തിങ്ക് അവർക്കത് മനസ്സിലായിട്ടാണ് ഒരു പെങ്കൊച്ച് 24 മണിക്കൂർ സുനയ്ക്കെതിരെ അവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അവളത് മനസ്സിലാക്കിയിട്ടുണ്ട്. പല ഇടങ്ങളിലും പറയുന്നുണ്ട്. അവരെ അപ്രോച്ച് ചെയ്യുന്ന കണക്കൊക്കെ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. സുന ഒരിക്കൽ പറയുന്നതാണ്. ഇവരുടെ സംരക്ഷകയായി അഭിനയിക്കുന്ന അവൾ പറഞ്ഞൊരു കാര്യമാണ്. മെയിനായിട്ട് എന്നറിയാം, ഇവർക്കൊക്കെ ഒരു ഫേസ് ഉണ്ട് പബ്ലിക് ഇതിൽ. ഇവരുടെയൊക്കെ ഉള്ളിൽ നല്ല രീതിയിൽ ഈ പറയുന്ന അവർ പുറത്തേക്ക് കാണിക്കുന്ന ആ ഫേസ് അവർക്കില്ല എന്നുള്ളതാണ്. കൺഫ്യൂഷൻ വേണ്ട. ഏകദേശം നേരത്തെയൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ആരെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കും. പേപ്പട്ടി അവിടെ ഇരുന്നുകൊണ്ട് പേപ്പട്ടിത്തരം പറയുന്നുണ്ട്. അല്ലടി, നീ ഇന്നിപ്പോൾ ഇട്ട വീഡിയോയ്ക്കകത്ത് എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുന്നതാണ്. നിനക്കൊരു കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എടി, നീ പറയുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ പറ്റി പറയുമ്പം അയാളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന്. നീ അവിടെ ഇരുന്നുകൊണ്ട് നീയും ഈ ജാൻമണിയും കൂടെ ഇരുന്ന് നീ എന്താ പറഞ്ഞേ? എനിക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നല്ലേ പറയണം, അത് പേഴ്സണൽ തിങ് അല്ലേ? എന്നെ ബേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സെക്സിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എന്നെ മാത്രം പേഴ്സണലി ബേസ് ചെയ്യുന്നത്. നീ ആരാണ് എന്നെ അങ്ങനെ ആക്രമിക്കാൻ? നീയും തമ്മിൽ എന്താ പ്രോബ്ലം? ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റ് എന്താ? ഇത്തരത്തിൽ വിവസ്ത്രയായി നിൽക്കുന്നത് ശരിയായ ധർമ്മമല്ല. അത് US-ലുള്ള കൊണാഫിക്കേഷൻ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല. ഞാൻ കേരള തനിമയിൽ കേരളത്തിൽ ജനിച്ചൊരു പെണ്ണാ, കേരളത്തിന്റെ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന പെണ്ണാ. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെ എടുത്തു വെച്ച് പറയണെന്ന്, എൻ്റെ കയ്യിൽ തുപ്പാക്കി ഉണ്ടെങ്കിൽ ഞാൻ അവളെ വെടിവെച്ച് വീഴ്ത്തും. എനിക്കതിനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിനക്ക് ഇതായിട്ട് തോന്നില്ല. ഞാൻ പരാതി കൊടുക്കാത്തതുകൊണ്ടാണോ നീ അത്രയും വലിയ മെഴുകി തിമിർക്കുന്നത്? എന്നാൽ ഓൺലൈൻ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാളെ വധശ്രമം നടത്തുമെന്ന് പബ്ലിക് മീഡിയയിൽ കൂടെ പറയുന്നത് കറക്റ്റാണെന്നാണോ നിന്റെ വിചാരം? അതാണോ നീ വിചാരിക്കുന്ന? നീ അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്വാതന്ത്ര്യം കാഴ്ചപ്പാട് അതാണോ? പിന്നെ ജാൻമണിക്ക് ഇത് വേണം. ഈ പറയുന്ന വൾഗാരിറ്റി അത്രത്തോളം ഇതാണെന്നും വന്ന് നിന്നുകൊണ്ട് മൈക്ക് നീട്ടിത്തന്ന് പറയുന്ന അത് കേട്ടുകൊണ്ട് ഈ മൈക്ക് കാണുമ്പോൾ ഒരു വെപ്രാളളവിൽ പറയുന്ന രണ്ടാമത്തെ ആളാണ്. ആദ്യത്തെ വടവിധവയാണ്. വടവിധവയും സാൻമണിയും സെയിമാണ്. മൈക്ക് കാണാൻ കുറേ അവന്മാരും ചുറ്റും കാണുമ്പോഴത്തേക്ക് നമ്മുടെ കൺട്രോൾ അങ്ങ് വിട്ടുപോകരുത്. ഈ അല്പൻ ഐശ്വര്യം വരുമ്പോൾ ഉള്ള പ്രശ്നമാണത്. ഒന്നുമല്ലാതായി കിടക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു 10 മൈക്ക് കാണുമ്പോൾ പറഞ്ഞാൽ എന്നാൽ ഞാനിപ്പോൾ അങ്ങ് തകർത്തേക്കാം, ദിസ് ഇസ് വാട്ട് ഐ തിങ്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തള്ളി കൊടുക്കുമ്പം ഇതുപോലെ പ്രശ്നം വരും.
ഒരു പ്രോബ്ലം വരുമ്പം കൂടെ ആര് നിൽക്കുന്നോ അവനാണ് യഥാർത്ഥ സുഹൃത്ത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, നൂട്ടി വിടും, നല്ല രീതിയിൽ നൂട്ടി അങ്ങോട്ട് വിട്ടുകൊടുക്കും. ഈ നൂട്ടലും കേട്ടുകൊണ്ട് അങ്ങോട്ട് ചാടി ഇറങ്ങും. അവസാനം എന്താണ്, പ്രശ്നം വരുമ്പം തനിച്ച് ഇന്ന് ഫേസ് ചെയ്യേണ്ടി വരും. എപ്പോഴും അവനവനിൽ വിശ്വസിക്കുന്നവരാണ് സക്സീഡ് ചെയ്യുക. അവനവനിൽ വിശ്വസിക്കുക. പിന്നെ ഈ പറയണ പേപ്പട്ടിക്ക് എൻ്റെ ക്യാരക്ടറിൻ്റെ ഇതൊന്നും നീ തരേണ്ട, നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. നിന്നെ പലയിടങ്ങളിലും പലയിടത്ത് വെച്ചും കള്ളുകുപ്പിയുമായിട്ട് പിടിച്ചിട്ടുണ്ട്. നീ നല്ല 1ാം ക്ലാസ് ചരക്കടിക്കുന്നോളാണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിന്നെപ്പറ്റി ജഗതി പറഞ്ഞത് ഇപ്പോഴും നെറ്റിൽ അവൈലബിൾ ആണ്. നിന്നെ എവിടെയെങ്കിലും ഒരു മര്യാദപൂർവ്വമായിട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ സംഘികൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അക്സെപ്റ്റൻസ് കിട്ടും. പക്ഷെ നീ ഇത് 2ാമത്തെ തവണയാണ് CJP എന്ന പാർട്ടി നടത്തുന്ന ആ ഒരു സമരത്തിനെ കളിയാക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കണമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു, അത് ഇത്രയും രീതിയിൽ അത് പോപ്പുലർ ആണെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയി. അതിന് മുമ്പ് നീ പറഞ്ഞ എന്താണ്, ഐ ഹാവ് പ്ലെന്റി ടൈം, ഇപ്പൊ എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്കൊരു പണിയും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണെന്ന്. ഇവള് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് ആ കുട്ടികൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടി അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ആ സം സോർട്ട് ഓഫ് ആ കറക്റ്റ് സാധനം വരുമ്പോൾ അവള് പെട്ടെന്ന് മറിച്ച് മലയാളത്തിൽ വരും. അപ്പൊ അവൾക്ക് ഇംഗ്ലീഷ് വരില്ല. അതുവരെ അവളെ തന്ത സായിപ്പ. അപ്പോൾ അവൾ ഉടനെ അങ്ങോട്ട് മലയാളീകരിക്കും. ആ സാധനം കൂടെ ഇംഗ്ലീഷിൽ പറയടി, എന്നിട്ട് അത് ആ പിള്ളേർക്ക് അയച്ചു കൊടുക്ക്. നീ ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചെല്ല്. അമാര് കാല വരി തലയിലടിക്കും. നമ്മൾ ഈ CJPയുടെ പ്രൊട്ടസ്റ്റ് ഒരുപാട് കണ്ടതാണ്. CJP പ്രൊട്ടസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ ഒരു 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 ഭീകര ഇതാണ് ജാൻമണി അവിടെ കാണിച്ചത്. ബിക്കോസ് അവിടെ എല്ലാവരും ഈ പറയുന്ന പിന്നെ പ്രധാനമന്ത്രി എന്നല്ല ധർമ്മനെയൊക്കെ പറയുന്ന ഭയങ്കര തെറികളാണ്. ഇത് കേട്ടിട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് അതേ സാധനം ഇവരെടുത്തോണ്ട് വിളമ്പി. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ, CJPയുടെ മുമ്പിൽ തോറ്റുപോയ, അത്രത്തോളം നാണം കെട്ട് തോൽവി സമ്മതിക്കേണ്ടി വന്ന ഒരു ഗതികേടി നിൽക്കുന്നവർ ഇങ്ങനെയുള്ളവർക്കെതിരെ അങ്ങോട്ട് കേസുണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയും ആർക്കെങ്കിലുമൊക്കെ എതിരെ ഒന്ന് കേസെടുപ്പിച്ച് ആരെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് അകത്തിട്ട് ഒരു പട്ടി ഷോ അങ്ങോട്ട് കാണിച്ചപ്പോൾ ജയിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഒരു 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 പ്രത്യേകതരം മാനസികാവസ്ഥയും കൊണ്ട് കിടക്കുകയാണ്. ഇപ്പം ഞങ്ങൾ അവരെ അങ്ങ് പൂട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിൽ കൂടെ എത്രയോ പൊളിറ്റീഷ്യൻസ് കടന്നു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. എന്തെല്ലാം പ്രോബ്ലംസ് നമ്മൾ നമ്മുടെ കൺമുന്നിൽ ഓരോ ദിവസവും ഫേസ് ചെയ്യുന്നുണ്ട്. BJPയുടെ തന്നെ ഒരു കൗൺസിലർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്, കാപ്പ ചുമത്തി എന്ന് പറഞ്ഞിട്ട്. കാപ്പ ചുമത്തപ്പെട്ട് പോലീസ് എടുത്തുകൊണ്ട് പോയി ജയിലിട്ട് അവിടെ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരു സീനം കാണുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ലേ? ജയിലെന്ന് പറഞ്ഞ് അവരെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയാളെ പദവി എടുത്ത് കളഞ്ഞാൽ ഇല്ലല്ലോ. അയാൾ ഇപ്പോഴും തന്നെ കൗൺസിലറോ മറ്റോ ആണ്, മുനിസിപ്പൽ കൗൺസിലർ. എന്താ നീ കറക്റ്റ് നോക്കാൻ പോയില്ല, പറയാനും പോയില്ല. അതേസമയം ഇപ്പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെയെങ്കിൽ ഇവർ എന്തെല്ലാം ബഹളം കാണിക്കുമായിരുന്നു. ഈ പറയുന്ന രീതിയിലാണെങ്കിൽ എത്ര കേസുകൾ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ പറയുന്ന ആർക്കാണ് ഇവിടെ കേസില്ലാത്തത്? ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് തന്നെയാണ് കേസ്. ഭാഗ്യലക്ഷ്മി വലിയ കാര്യത്തിൽ ഇരുന്നുകൊണ്ട് ഭയങ്കര തൊള്ള തുറന്ന് വർത്തമാനം പറയുന്നുണ്ട്. അവർക്കില്ലേ കേസ്? അവർക്കുള്ളത് ഭവനഭേദനത്തിന് അവർക്കെതിരെ കേസ്. ഭവനഭേദനം അത്ര പോലും നിയമം അറിഞ്ഞൂടാ. ഒരുത്തനെ വീട്ടിൽ കയറി പൊട്ടിച്ചത് കേസുള്ള സ്ത്രീ അവർ അറിയോ? പിന്നെ പബ്ലിക് കാണുന്നുണ്ടെന്ന് കണ്ടോണ്ടാണ് ആദ്യത്തേതായാലും ഇപ്പോഴത്തേതായാലും എക്സ് ആയിരുന്നാലും കെട്ടിയൻ ചത്തെന്ന് പറഞ്ഞിട്ടും അവിടെ തുടരാമെന്ന് പറഞ്ഞ ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള സ്ത്രീയാണ്. പച്ചത്തെറി വിളിച്ചവരാണ് അവർ. അപ്പോൾ അവർക്ക് ഇമോഷണൽ പ്രോബ്ലം വരുമ്പോൾ അവർക്ക് തെറി വിളിക്കാം. വേറെ ആരെങ്കിലും തെറി വിളിച്ചാൽ നോ നോ ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ഓക്കേ. ഈ പറയുന്നോളി APSCക്ക് ഒരു 100 വട്ടം പറയണം ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. എന്തടി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓക്കെയാണ്, മലയാളത്തിൽ പറഞ്ഞാൽ കുഴപ്പമാണ്. അത് എന്ത് തരം ഒരു പ്രത്യേക സാധനമാണ് നീ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് തരാൻ നോക്കുന്നേ? നിനക്കൊക്കെ ചീത്ത പറയാം, രഹസ്യമായി പറയണം, പബ്ലിക് സ്പേസിൽ പറയരുത്. അത് ഒരാൾക്ക് ഒരു ഇമോഷൻ ഇതിൽ വന്നിട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അത് പറ്റത്തില്ല, അത് നമ്മൾ അംഗീകരിക്കത്തില്ല. ബിക്കോസ് അവൾ പ്രശ്നക്കാരിയാണ്, അവൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷനാണ്. കല്യാണം പോലും കഴിക്കാതെ കണ്ടവന്മാരോടെ നിരങ്ങി നടക്കുന്നവളാണ് എൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷനെ പറ്റി പറയണത്. പേഴ്സണലി അടിക്കാൻ പാടില്ല, അങ്ങനെ പേഴ്സണലി പറയേണ്ട കാര്യം. സാൻമണി ഞാൻ ഉപദേശിച്ചു ആൻഡ് ഐ ഹേറ്റ് ഹർ. ആണടി, ഒരു പ്രശ്നം വരുമ്പോൾ നീ ഹേറ്റ് ഹർ. നല്ല പരിപാടിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിന്റെ ഭാഗത്തു നിന്നുള്ള ഇതങ്ങ് മാറും എന്നുള്ളതല്ലേ. അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയത് ടൈം പാസിന് പോയെന്നുള്ളതാണ് ആ പറയണ ധ്വനി. അങ്ങനെ പറഞ്ഞേ രക്ഷയുള്ളൂ. ഇതും ജാൻമണി ചെയ്തതും തമ്മിൽ എന്താ വ്യത്യാസം? ജാൻമണി പബ്ലിക്കായിട്ട് പറഞ്ഞു ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, ഒരു കുഞ്ഞു വാവയാണെന്ന് കണക്കാക്കി എനിക്ക് മാപ്പ് തരണമെന്ന് അവൾ പറഞ്ഞത് എത്രയോ സിമ്പിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് പൊട്ടത്തരമാണ്, അതൊരു വിടുവായത്തരം പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. ഈ സമയത്ത് അവൾക്ക് സപ്പോർട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. നീ ആരടി? ആര്?
പണ്ട് ബ്രിട്ടീഷുകാർ വന്നു പോയ ഏതെങ്കിലും വൈസ്രോയ്മാർ കയറി ഊക്കിയിട്ടുണ്ടായതാണ്. നീ ഇംഗ്ലീഷ് ഉണ്ടാക്കുകയാണെങ്കിൽ മലയാളം പറയാറിഞ്ഞൂടെ? അങ്ങനെ അങ്ങ് ആക്കിയെടുക്കണം. നമ്മളൊരു ഇംഗ്ലീഷ് കക്കൂസ്, എപ്പോഴും ഇംഗ്ലീഷേ പറയൂ, മലയാളം അവക്ക് വയങ്ങൂല. നീ എന്ത് ഇവിടെയുള്ള മനുഷ്യരെല്ലാം മലയാളികളല്ലേ? നീ കേരളത്തിലല്ലേ സംസാരിക്കുന്നത്, കേരളത്തിലല്ലേ ജീവിക്കുന്നത്, നിനക്ക് മലയാളം വഴങ്ങൂലേ? എന്തൊരു സംഭവമാണെന്നൊരു തോന്നലാണ്. ഒരു കാര്യം അറിയാമോ, മൊത്തത്തിൽ അതൊരു പ്രോവർബാണ്, നിറകുടം തുളുമ്പത്തില്ല. അറിവുള്ളവൻ അതിങ്ങനെ ധാരാളിത്തമായിട്ട് കാണിച്ചങ്ങ് ഭയങ്കര സംഭവമാണെന്ന് പറയത്തില്ല. നിന്നെക്കാൾ എത്രയോ മടങ്ങ് നല്ല പ്യുവറായിട്ട് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, എത്രയോ പേരുണ്ട്. അവരാരെങ്കിലും ഇതുപോലെ ഇത് തന്നെ മുഖമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടോ? മാക്സിമം ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ ഈ കുട്ടികൾക്ക് മലയാളം ശരിക്കും വശമില്ല. അത് അവർ മലയാളി അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. മലയാളം അമ്മ മാത്രമേ മലയാളിയുള്ളൂ, പക്ഷെ അവർക്കത് അണ്ടർസ്റ്റാൻഡിങ് ആവും. എൻ്റെ കൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഭാഷ തന്നെയാണ്, അത് നിർബന്ധവുമാണ്. അവർക്ക് നന്നായിട്ട് മറ്റേ ആ ഇംഗ്ലീഷ് മാത്രമേ, അതുകൊണ്ട് അവരെ ഇംഗ്ലീഷ് മാത്രം കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയല്ല ഞാൻ. അതൊരു ഭാഷയാണ്, ഒരു മീഡിയം മാത്രം. എന്തുവാടി അങ്ങ് പാവിച്ചങ്ങ് തകർക്ക. യുവർ സംതിങ്. നീ ഒരു കണ്ടപ്പം വന്ന കലിക്ക് 2 തരാനാണ് തോന്നിയത്. ഐ വുഡ് സീ ഹർ ഇൻ ഫേസ് ടു ഫേസ്, ഐ വിൽ ഷൂട്ട് അറ്റ് സൈറ്റ്. പിന്നെ നാട്ടുകാരെല്ലാവരും ഓടി വരി എൻ്റെ വയറ്റിൽ നിന്നും നോത്തുനിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഉണ്ട പറക്കാനായിട്ട്. ഉണ്ട നുള്ളി പറക്കാം. അവൾ ഉണ്ട വെച്ച് തന്നെ അങ്ങ് വെച്ച് ബാക്കിയുള്ളവരിവിടെ നോക്കിക്കൊണ്ടിരിച്ചു. പട്ടിപ്രേമം കൊണ്ട് നാട്ടുകാരുടെ അടുത്ത് കയറി ആമ്പിളരെടുത്ത് കിടന്ന് കളിച്ചാണക്കുന്നത് ഷെവീന ബീവിയുടെ അടുത്ത് കളിക്കാൻ വരല്ലേടി അവൾ വന്നേക്കുന്നത്. ഇതിൽ എന്ത് നിങ്ങൾക്ക് വ്യക്തമായി? പൊതുസമൂഹത്തിന് എന്ത് വ്യക്തമായി? സാൻമണിയേയും കൊണ്ട് കൂത്താടാനായിട്ടാണ് അങ്ങോട്ട് പോയത്. TMPAS, ഇറ്റ്സ് ജസ്റ്റ് ഷോയ്ക്ക് അങ്ങോട്ട് പോയതാ. കാശ് വാങ്ങിയിട്ടുണ്ട്, ആ കാശിനെ പറ്റിയിട്ടുള്ള വിചാരണ വരും, എവിടെ നിന്നാണ് പൈസ വന്നതെന്നുള്ള ഇത് വരും, ആ എൻക്വയറി വരും, അത് പൂർണ്ണ ബോധ്യപ്പെട്ട് അപ്പോൾ ഒരു ബാലൻസിങ് വന്നതാ, ഒരു ബാലൻസിങ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പേളിയെ കുത്തുന്നു. പേളിയുടെ രാഷ്ട്രീയമാണ് പറഞ്ഞത്. അതിൻ്റെ ഒപ്പം അവർ പറഞ്ഞ സിബി മലയിലിനോടുള്ള ആ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാനുള്ള അധികാരമുണ്ട്, അവർക്ക് അവരുടെ രാഷ്ട്രീയം പറഞ്ഞൂടെ? അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള പൊതുസമൂഹം തീരുമാനിക്കും. അത് നീ കുത്തുന്നത് എന്തിന്? അവർക്ക് അവളുടെ രാഷ്ട്രീയം ഉണ്ടാവത്തില്ലേ? റോബിൻ അവൻ്റെ രാഷ്ട്രീയം ഉണ്ടാവത്തില്ലേ? അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയണ്ടേ? അത് അവരുടെ രാഷ്ട്രീയമല്ലേ? അതിനിപ്പോൾ എന്താ? നമുക്ക് ആ രാഷ്ട്രീയം ഇഷ്ടമില്ല എന്ന് പറയാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഇമോഷൻ്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു എന്ന് വയ്ക്കാം, അതും എടുത്ത് വെച്ചിട്ട് അയ്യോ ഈ ലോകത്തെ ജീവിക്കാൻ പാടില്ല, അയ്യോടി നീയല്ലേ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്, നീയല്ലേ എല്ലാം അങ്ങോട്ട് തീരുമാനിക്കുന്നത്. നീ എന്താ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ പിന്നെ 40 കഴിഞ്ഞ മുതുക്കി 40 കഴിഞ്ഞാൽ പിന്നെ നീ മുതുക്കിയല്ലേടി, മുതുക്കി തക്കാളി. ഇത്രയും മുതുക്കായ നീ ഈ കുട്ടികളുടെ അടുത്ത് ആഹ്വാനം കൊടുക്കുന്നു, ഡോണ്ട് വാച്ച് ദാറ്റ് കൈൻഡ് ഓഫ് ടോക്സിസിറ്റി. അയ്യോ ടോക്സിസിറ്റി എല്ലാം സ്മൂത്തായിട്ട് പോകുന്ന ഒരു പ്രത്യേക തരം കാറ്റഗറി. നീ ആ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം ആ പറയുന്ന ആങ്കറിങ് ചെയ്ത് എത്ര പേരുടെ മനസ്സിടിച്ചിട്ടുണ്ട്, എത്ര മനുഷ്യരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് ആങ്കറിങ് എന്നൊരു മാത്രമാണ് നിന്റെ ജോബായിരുന്നു. ആ സമയത്ത് നീ എത്ര പേരെ മനസ്സിടിച്ചിട്ടുണ്ട്. നീ എയർപോർട്ടിൽ കിടന്ന് സർക്കസ് കാണിച്ചല്ല. ഹു ആർ യു? ജനാധിപത്യ രാജ്യമെന്ന് നിനക്ക് അപ്പോഴിപ്പോൾ CJPയുടെ കൂടെ ചേർന്നപ്പോഴാണ് നിനക്ക് മനസ്സിലായത് ജനാധിപത്യ രാജ്യമല്ലെന്ന്. ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും ആ ഒരു തുല്യ പ്രാതിനിധ്യമാണ്. അല്ല നീ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് നീ ഇടിച്ചു കയറിപ്പോയി ആ എയർപോർട്ടിൽ വെച്ച് ഒരുത്തനായിട്ട് ഇൻസൾട്ട് ചെയ്ത് അവൻ വിട്ടു തന്നാ പോയി വാക്കിയില്ലടി എന്ന് പറഞ്ഞില്ലേ? അത്രേ ഉള്ളോളൂ. നീ അതിനപ്പുറം എന്ത് പിണ്ണാക്കെന്നാണ്? നീ എന്ത് സംഭവമാണെന്ന് നിനക്കങ്ങ് തോന്നിപ്പോയി. ഇപ്പം എന്താ, സോൻമണിയെ പൊക്കിക്കൊണ്ട് കിടന്ന സോൻമണിയുടെ നാക്ക് വിളിച്ചു ഉടനെ സോൻമണി അങ്ങ് എടുത്ത് കാണും. സോൻമണി, get out of the classes. I am the only boss here. I am very poor. I am very pure. POOR അല്ല, PURE. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ തെറ്റിദ്ധാരണ വരട്ടെ. ഇനി അത് നിങ്ങൾ ഫ്ലവർ ആണോ എന്ന് ചോദിച്ചാൽ ഇവളെ ഫ്ലവറി മോളെ എന്ന് വിളിക്കാനുള്ള യോഗ്യത പോലും ഇവക്കില്ല. അതാണ് വാസ്തവം. തള്ളിപ്പിടിച്ചു പോയി ആ കുട്ടികളുടെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ ആ റെസ്പെക്റ്റോട് കൂടി അതിനകത്ത് സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. മൈക്കൊരെണ്ണം കിട്ടി കുത്തിയിരിക്കുന്നു, ഇച്ചിച്ചിടാൻ കുത്തിയിരിക്കുന്നതാണൊക്കെ അവിടെ കുത്തിയിരുന്ന് നിന്നെ കാണുമ്പോഴും നിന്റെ ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ നീ ഈ ആഷ്പിഷ് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യമായിട്ട് തോന്നുന്നത് നീ നല്ല ചരക്കടിക്കുന്ന കേസെന്നാ. നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു കേസായിട്ടാണ് എനിക്ക് നിന്നെ ഫീൽ ചെയ്യുന്നത്. അമ്മാതിരിയാണ് നിന്റെ പെർഫോമൻസ്. ആരെയാ നീ ചോണ്ടുന്നതായിട്ട്? ഞാൻ ആ ഒരൊറ്റ വീഡിയോ മാത്രം മതി എനിക്ക്. ഞാൻ പിന്നെ മിണ്ടാതെ അങ്ങ് വിട്ടതാണ്. ആൻഡ് ആ സ്പെസിഫിക് പാർട്ടിൽ എനിക്ക് കുറച്ച് റിഗ്രഷൻ ഉള്ളത് കൊണ്ട് ഞാൻ മിണ്ടാതെ വിട്ടതാണ്. അതിനർത്ഥം ഇരുന്നിരുന്ന് എൻ്റെ തലയിൽ കയറാന്നല്ല. നീ ഇതൊന്നും പറയാറില്ലേ? നീ എവിടെയൊക്കെ എത്രമാത്രം തെറി ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരട്ടെ, തെളിവ് വയ്ക്കട്ടെ.
പച്ച തെറി വിളിക്കുന്ന ഒരുത്തി ഇരുന്നുണ്ടെങ്കിൽ വേദാന്തം പൊലമ്പയും. അയ്യമ്മ ദാറ്റ് എവിടെ ഉണ്ടാക്കിയത് മുഴുക്ക ചായപ്പ. എത്ര എണ്ണം കയറി? പേഴ്സണലി അറ്റാക്ക് ചെയ്യരുത്. അതെന്തടി എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുമ്പോൾ നിനക്ക് ഈ വേദാന്തം ഉണ്ടായിരുന്നില്ലേ? നീ എൻ്റെ വ്യക്തിത്വത്തിനെ എന്തുമാത്രം കളിയാക്കി, എന്തെല്ലാം പോക്കൃത്തരങ്ങൾ ഇരുന്നുകൊണ്ട് പറഞ്ഞു. അവളെയും വിളിച്ചിരുത്തി ഉള്ള അത്രയും വൃത്തിയുടെ കൊണ്ട് നടന്ന് അവൾക്ക് മൈക്കും കൂടെ കൊണ്ടെത്തിച്ചു കൊടുത്ത് അവളെ കൊണ്ടിത് പറയിച്ചിട്ട് യു ആർ ദ ഓൺ. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റം മറ്റൊരാൾ പ്രകോപിച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ പറഞ്ഞ വ്യക്തിക്കാണ് ക്രൈം കൂടുതൽ, അവനാണ് ക്രൈം പാർട്ട്ണർ. ഇവിടെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കൊലപാതകങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ശിക്ഷകൾ വന്നിട്ടുണ്ട്. ഇതിനെ ആര് തൂണ്ടുതലിനെ മീൻസ് വാട്ട് എന്താ പറയുന്നത്, അതിനെ ആരാണോ സ്ക്രൂ വെച്ച് കൊടുക്കുന്നത്? ഒരാൾ ഒരു കൊല ചെയ്തു എന്ന് വയ്ക്കാം, അയാൾ ചെയ്ത ആ കൊലപാതക കുറ്റം അതിനേക്കാൾ ക്രൂരമായ ഒരു കുറ്റം അതിനെ പ്രേരിപ്പിച്ച ആളിനാണ്. ആരാണോ അത് ചെയ്യാൻ നിർദ്ദേശിച്ച അയാൾക്കാണ്. അതാണ് ഇന്ത്യയുടെ നിയമം. അങ്ങനെയാണെങ്കിൽ സാൻമണി നീ പറഞ്ഞിട്ട് നിന്റെ ഭാഷയാണ് സംസാരിച്ചത്. ഇപ്പൊ അങ്ങ് കൈ എഴുവേണ്. ചൈനയിൽ നിന്ന് കാശ് കിട്ടിയെന്നൊക്കെ ആരാ പറഞ്ഞ്, ആരണ്ട് പൈസ തന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞ് ആഹ ചെക്കിങ്ങും ഒക്കെ വന്നാൽ ആഹ പ്രശ്നമാവും, ഗുലുമാസാവും. നിന്റെയൊക്കെ ശരിക്കുള്ള റിയൽ ഫേസ് അറിയണമെങ്കിൽ നിന്റെയൊക്കെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് വെച്ച് പരിശോധിക്കണം. അപ്പം നീയൊക്കെ ആരെന്ന് മനസ്സിലാകും, എന്താണെന്ന് പിടികിട്ടും. നീ ഒരു കൈൻഡ് ഇൻഫോർമേഷൻ. നമ്മൾ ഇങ്ങനെ പല കോലങ്ങളും പറയുമ്പോഴും ഇവരൊക്കെ എൻ്റെ ബാങ്ക് അക്കൗണ്ടും ED ഒക്കെ വന്ന് ചെക്ക് ചെയ്യുമ്പം എൻ്റെ ബാങ്ക് അക്കൗണ്ട് കണ്ട് അവർ തന്നെ പാവം എന്തെങ്കിലും അതിന് കൊടുത്തിട്ട് പോകാമെന്ന് ചിന്തിച്ചിട്ട് പോകുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആശയം കൊണ്ടാണ് നേരിടുന്നത്, അപവാദ പ്രചരണമല്ല നടത്തുന്നത്, തെളിവ് വെച്ചാൽ സംസാരിക്കുന്നത്, ആശയം കൊണ്ടാണ് നേരിടുന്നത്. ഇങ്ങോട്ട് വന്ന് തെറി വിളിച്ചതിനാണ് അങ്ങോട്ട് കൊടുത്തത്, അല്ല മൈക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പാട്ടുപാടുകയല്ല ചെയ്തത്. നീ ഒരു ട്രാപ്പ് വിരിച്ചിട്ട് കാത്തിരുന്നില്ലേ? 24 ലെവലൊരു ട്രാപ്പ് വിരിച്ച് കാത്തിരിക്കുകയായിരുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ പറ്റി 24 ഒരു ചർച്ച വയ്ക്കുന്നു, ഷെഫീനായ അതിനകത്തേക്ക് ഗസ്റ്റായിട്ട് വിളിക്കുന്നു, എന്നിട്ട് അവിടെ വെച്ചങ്ങ് ഉണ്ടാകാം. നല്ല ക്രിമിനൽ ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ എന്ത് വല വിരിക്കുന്നു ആ വലയിൽ നിങ്ങൾ വീഴുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പം സംഭവിച്ചത്. അത്രയേ ഉള്ളൂ. പിന്നെ ഷെഫീനൊക്കെ അന്നും ഇന്നും തല ഉയർത്തി പിടിച്ച ഒരൊറ്റ സ്റ്റാൻഡേ ഉള്ളൂ. ആ സ്റ്റാൻഡിൽ ഞാൻ എപ്പോഴും ഉറച്ചിരിക്കും. അവസരത്തിനൊത്ത് മാറുന്ന ചാഞ്ചാടപ്പെടുന്ന ഒരു സ്റ്റാൻഡല്ല എൻ്റെത്. അന്നും എന്നും വർഗീയ രാഷ്ട്രീയത്തിനെതിരെ തന്നെയാണ് ഞാൻ. അതിൽ നല്ലത് നടന്നാൽ നല്ലതെന്ന് തന്നെ പറയും. ഒരിക്കലും ഒരു ചാഞ്ചാട്ടമോ ഒരു വ്യത്യാസമോ ഒന്നുമില്ല. സുഷമ സ്വരാജിനെ അന്നും അംഗീകരിക്കുന്നു, ഇന്നും അംഗീകരിക്കുന്നു, എന്നും അംഗീകരിക്കുന്നു എന്ന് തന്നെ പറയും. പക്ഷേ ബാക്കി ഒരൊറ്റ നേതാക്കളും അതിനകത്തില്ല. റോബിൻ മാറിയപ്പോൾ പോലും ഞാൻ പറഞ്ഞതാണ്, അവൻ്റെ രാഷ്ട്രീയം എനിക്ക് പറ്റത്തില്ല, എൻ്റെ സുഹൃത്താണ് പക്ഷേ അവൻ്റെ രാഷ്ട്രീയം എനിക്ക് പറ്റത്തില്ല, ഞാൻ മാറുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതാണ് സ്റ്റാൻഡ്. അല്ലാതെ പെട്ടെന്ന് ആരെങ്കിലും ഒരു ചെക്കിങ് വരും, ഒരു കേസ് വരും എന്ന് പറഞ്ഞ ഉടനെ ഞാൻ നന്നായി അമ്മയുടെ ഒന്നും കൂടെ ചോദിക്കും, ഒന്നും കൂടെ കൺഫേം ചെയ്യും. നാട്ടിൽ കേരളത്തിൽ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും, ചായ്പിനുണ്ടായവളാണോടി ഈ ചായ്പ് ലാംഗ്വേജ് അങ്ങ് ഉണ്ടാക്കി തള്ളുന്നത്? അതൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് മലയാളിക്ക്. ഇന്ന് മലയാളിക്ക് എല്ലാ മലയാളികൾക്കും അറിയാം. ഒത്തിരി 10ാം ക്ലാസ് വരെ കഴിഞ്ഞ ജനറേഷനിലെ 10ാം ക്ലാസ് വരെ പഠിച്ച പിള്ളേർക്ക് വരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അതൊരു വലിയ ഇതൊന്നുമല്ല. നിന്റെ ഈ ആട്ടവും കൂത്തും സ്റ്റൈലിങ്ങും ഒക്കെ കാണാം. നീ എന്താ യങ് ജനറേഷനെ കോപ്പി അടിക്കുന്ന മുതുക്കി, പടുമുതുക്കി.